എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളെ വയനാട് അതിർത്തി എന്ന് പറയുമ്പോൾ നമ്മൾ വടുവഞ്ചാലിൽ നിന്ന് മണൽവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഒരു റോഡുണ്ട്. മണൽവയൽ. ഈ മണൽവയൽ എന്ന് പറഞ്ഞ ഏരിയ തമിഴ്നാടാണ്, നീലഗിരി ജില്ലയാണ് വരുന്നത്. ഇത് നമ്മളെ വടുവഞ്ചാലിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ മണൽവയലിലേക്ക്. അപ്പം മണൽവയൽ എത്തുമ്പോൾ തന്നെ, അതായത് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് 1 ഏക്കറിൽ തേയിലയാണ്. അതിലൊരു വീടുണ്ട്. വീടെന്ന് പറയാൻ ഒരു തേക്കാത്ത ഒരു ചെറിയ വീട് കേട്ടോ. പിന്നെ കിണറുണ്ട്, ഇപ്പോൾ വെള്ളത്തിന് സൗകര്യമുണ്ട്. പിന്നെ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. എല്ലാ സൗകര്യമുള്ള ഒരു 1 ഏക്കർ തേയിലയാണ്. അപ്പോൾ ഒരു വലിയൊരു റേറ്റ് ഇല്ലാതെ 1 ഏക്കർ തേയിലയ്ക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ചെറിയ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ഒരു 90% മലയാളീസൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ ഈ ആ ഒരു ഏരിയയിൽ. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ലാൻഡ് നീലഗിരി ജില്ലയിലാണ്, പട്ടയം ക്ലിയറാണ്. ഈ 1 ഏക്കറിനും പട്ടയമുള്ള ലാൻഡാണ്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കാണാം. പിന്നെ വഴി കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾ വാച്ച് ചെയ്യുക. പിന്നെ നമ്മളെ വൈത്തിരി ഒരു 2 ഏക്കർ ലാൻഡ് ഒരു ഡീലർ ഗ്യാപ്പിന് തരാം. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ പെട്ടെന്ന് പോകാൻ സാധ്യതയുണ്ട്. വൈത്തിരിയാണ്, നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ചെയ്തില്ലെങ്കിലും സംഭവം ചിലപ്പോൾ പെട്ടെന്ന് പോവും. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളിപ്പോൾ ലാൻഡിലാണ് ഉള്ളത് കേട്ടോ. ഞാനിതിൻ്റെ റൂട്ട് നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ലാൻഡിലാണ് എത്തിയത്. ഇതിലുള്ള ഒരു വീടാണ്, ചെറിയൊരു വീട് കേട്ടോ, തേക്കാത്തൊരു വീടാണ്. പിന്നെ കിണറുണ്ട്, വെള്ള സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകിലോട്ട് ഉള്ള തേയിലയാണ് നമ്മളത്. ഞാൻ ആ തോട്ടത്തിലേക്ക് കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വടുവഞ്ചാലിൽ നിന്നൊരു 4-5 കിലോമീറ്ററേ ഉള്ളൂ. ബോർഡറാണത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാടാണ്. കറക്റ്റ് ബോർഡർ മണൽവയൽ എന്ന് പറയും. മണൽവയൽ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ആ റോഡ് ഞാൻ പോകുന്ന വഴിക്ക് ജസ്റ്റ് കാണിച്ചു തരാം. സ്ഥലം ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക്. 1 ഏക്കർ കേട്ടോ, 1 ഏക്കർ ലാൻഡാണിത്. നമുക്കിതിൻ്റെ മേലോട്ട് ജസ്റ്റ് ഒന്ന് കയറാം. ഇങ്ങനെയാണിത് മേലോട്ട് കിടക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഏതാണ്ട് ടോപ്പിലെത്തി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടും തേയില തന്നെയാണ്, ഫുള്ള് തേയില കേട്ടോ. അത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത്. ഇപ്പോൾ ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. താഴെയാണ് വീട് കാണുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ മേലെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഇതാ അവിടെ ഒരു ഇവിടം വരെ എത്തും. അവിടെ കറക്റ്റ് വേലിയുണ്ട്. കറക്റ്റ് 1 ഏക്കറിൽ കുറച്ച് കൂടുതലുണ്ട് ലാൻഡ്. പക്ഷേ നമ്മളെ നികുതി അടയ്ക്കുന്നത് 1 ഏക്കറക്കാണ്, പട്ടയുള്ളത് 1 ഏക്കറക്കാണ്. ഇങ്ങനെയാണ് ഈ ലാൻഡ് വരുന്നത്. അത്യാവശ്യം ഇവർ ലീസിന് കൊടുത്തിരിക്കുകയാണ് ഇപ്പം നിലവിൽ ഈ തേയില. അപ്പോൾ മാസം ചെറിയൊരു വരുമാനം, വലിയ വരുമാനമൊന്നും പ്രതീക്ഷിക്കേണ്ട. 1 ഏക്കറയാണ്, ചെറിയൊരു വരുമാനം ഈ തേയിലയിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ താഴെ കണ്ട ഒരു ചെറിയ വീട് പണി തീരാത്തൊരു വീടാണ്. ആ ഒരു വീട്, പിന്നെ വെള്ള സൗകര്യമുണ്ട്, കിണറുണ്ട്, പിന്നെ റോഡ് സൈഡാണ്, മെയിൻ ടാറിങ് റോഡ് സൈഡാണ്. ഇത്രയും സൗകര്യമുള്ളൊരു ലാൻഡാണ്. നമ്മൾ കേരള തമിഴ്നാട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു പുഴയുണ്ട്. ആ പുഴേൻ്റെ ഇപ്പുറത്ത് തമിഴ്നാടും അപ്പുറത്ത് നമ്മളെ കേരളമാണ്. അതിരിലാണ് ഈ ലാൻഡ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇത് ഇവർ ചോദിക്കുന്ന വില 29 ലക്ഷം രൂപയാണ്. അതായത് 1 ഏക്കർ ഈ ലാൻഡും
ഒരു പണി തീരാത്ത വീടും കിണറും ഒക്കെ ഉള്ള ഈ ഒരു ലാൻഡിന് ഇവർ ചോദിക്കുന്നത് 29 ലക്ഷം രൂപയാണ്. ചെറുതായിട്ടേ നെഗോഷ്യബിൾ ആവുള്ളൂ. പട്ടയുള്ള ലാൻഡാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇങ്ങനെയുള്ള ലാൻഡ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, തേയിലേൻ്റെ വ്യൂ ഉള്ള. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ഒരു ലാൻഡാണ്. ചെറിയൊരു റിസോർട്ടോ ഹോം സ്റ്റേ ഒക്കെ ചെയ്തിടാൻ പറ്റും. അല്ലാതെ നമുക്ക് വല്ലപ്പോഴും വന്ന് താമസിക്കാൻ പറ്റും, ഹോളിഡേ ഹോം ചെയ്യാൻ പറ്റും. നല്ല കാലാവസ്ഥയാണ്. നമ്മളെ വടുവഞ്ചാലിൽ നിന്ന്, നമ്മളെ വയനാട്ടിലെ വടുവഞ്ചാലിൽ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. വയനാട് എന്ന് തന്നെ പറയാം. പക്ഷേ ഇത് നീലഗിരി ജില്ലയാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്യുക. ഇതിൻ്റെ ഈ വലത് ഞാൻ കാണിക്കുന്നത് ഇതിൽ വരുന്നതല്ല കേട്ടോ. വലത് ഇവിടം വരെയാണ് വരുന്നത്. ഇതിൻ്റെ സ്കെച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചുതരാം. ഏതാണ്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പോകുന്ന വഴിക്ക് ജസ്റ്റ് ആ റോഡ് ഒന്ന് കാണിച്ചു തരാം. അപ്പം താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. വില ഞാൻ പറഞ്ഞു, 29 ലക്ഷം രൂപ. ചെറുതായിട്ട് നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കുക. പിന്നെ റോഡ് ഫ്രണ്ടേജ് ഇങ്ങനെയാട്ടോ വരുന്നത്. ഒരു 30 മീറ്ററോളം, 30-35 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ടാവും. ഈ റോഡ് നേരെ എരുമാടേക്കാണ് പോകുന്നത്. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു റോഡ് ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ പോകുന്ന എരുമാടേക്കാട്ടോ. എരുമാടേക്കൊരു 3-4 കിലോമീറ്ററാണ് നേരെ പോയി കഴിഞ്ഞാൽ എത്തുക. എരുമാട് എത്തിക്കഴിഞ്ഞാൽ എരുമാട്, പിന്നെ ഗൂഡല്ലൂർ, ചേരമ്പാടി അതൊക്കെ കണക്റ്റഡ് ആണ്. നമുക്ക് വലത്തോട്ടാണ് നമ്മളെ വടുവഞ്ചാൽ ടൗണിലേക്ക് പോവുക. നമ്മൾ വയനാട് ജില്ലയിൽ വടുവഞ്ചാൽ ടൗണിലോട്ട് വലത്തോട്ടാണ് പോവുക. ഈ ഒരു സ്ഥലത്തിന് പറയുന്ന പേര് മണൽവയൽ എന്നാണ്. മണൽവയൽ വടുവഞ്ചാൽ ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ലാൻഡ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പം തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ഈ ലാൻഡിൻ്റെ തൊട്ടടുത്ത് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മൾ ഇങ്ങോട്ട് കയറാനുള്ള ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ പുഴയുണ്ട്. പുഴേൻ്റെ അക്കരെ നമ്മളെ കേരളമാണ്, ഇപ്പുറത്ത് തമിഴ്നാടാണ്. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് മലയാളീസാണ് ഉള്ളത്. തമിഴ്നാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഗൂഡല്ലൂർ ഒരു ഒട്ടുമിക്ക ഏരിയയിലും മലയാളീസാണ്. ഒരു 90% മലയാളീസാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു റോഡിൻ്റെ ഐഡിയ. ഈ വഴിക്ക് നമ്മളൊരു 3-3.5 കിലോമീറ്റർ പോയാൽ വടുവഞ്ചാൽ ടൗൺ എത്താം. വടുവഞ്ചാൽ ടൗൺ കഴിഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടെ എത്താം. അത് നേരെ ഊട്ടി റോഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആക്സസ്. ഇത് നമ്മൾ വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള ആക്സസ്സാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ആക്സസ് നേരെ എരുമാട് എത്തിയിട്ട് എരുമാടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. എരുമാട് ടു മണൽവയലാണ്. അപ്പോൾ റോഡിനെ പറ്റിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങൾ വരുമ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പം നമ്മൾ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ. അപ്പം നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ ബൈ.